ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഖത്തറിൽ ചൊവ്വാഴ്ച മുതൽ താപനില വീണ്ടും ഉയരും. ഉയർന്ന താപനില ഈ വാരാന്ത്യം വരെ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കിഴക്കൻ തീരപ്രദേശങ്ങളിലെ പരമാവധി താപനില 40 ഡിഗ്രി സെൽഷ്യസ് കടക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. പൊള്ളുന്ന ചൂടിലൂടെയാണ് രാജ്യം നിലവിൽ കടന്നു പോകുന്നത്. 26 ഡിഗ്രിക്കും 45 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് രാജ്യത്തെ നിലവിലെ താപനില. മിതമായ വടക്ക് പടിഞ്ഞാറൻ വടക്ക് കിഴക്കൻ കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. അതേസമയം ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിലവിൽ 40 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണ് പകൽ താപനില. കുവൈറ്റിൽ മിക്ക സ്ഥലത്തും താപനില 51 ഡിഗ്രി സെൽഷ്യസ് കടന്നു. UAE-യിൽ 2 ദിവസം മുമ്പാണ് താപനില 51.6 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത്. സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ വിദേശ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുടെ സാധുത പരിശോധിക്കാൻ ഡിജിറ്റൽ സേവനം ആരംഭിച്ചുകൊണ്ട് UAE മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. ജീവനക്കാർ സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകൾ അസലാണോ വ്യാജമാണോ എന്നറിയാനുള്ള സേവനം കമ്പനി ഉടമകൾക്ക് പ്രയോജനപ്പെടുത്താം. അടുത്ത ഘട്ടത്തിൽ UAE-നകത്ത് നിന്നും നൽകുന്ന സർട്ടിഫിക്കറ്റുകളും ഇതുവഴി പരിശോധിക്കാനുള്ള സംവിധാനം ഒരുക്കും. ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ മന്ത്രാലയവുമായി സഹകരിച്ചാണ് നടപടി. ഡിജിറ്റൽ സേവനത്തിലൂടെ ബ്യൂറോക്രസി ഇല്ലാതാക്കുകയും കൃത്യമായ സേവനം യഥാസമയം ലഭ്യമാക്കുകയുമാണ് ലക്ഷ്യം. മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ്, സ്മാർട്ട് ആപ്ലിക്കേഷൻ എന്നിവയിലൂടെ സേവനം പ്രയോജനപ്പെടുത്താം. നാഷണൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിന്റെ നിയമപ്രകാരം വിദേശത്തു നിന്നും ലഭിച്ച പ്രൊഫഷണൽ ബിരുദ സർട്ടിഫിക്കറ്റുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുക. സർട്ടിഫിക്കറ്റുകളുടെ സാധുത ഉറപ്പാക്കി ജീവനക്കാരെ നിലനിർത്താനും ഒഴിവാക്കാനും കമ്പനി ഉടമയ്ക്ക് സാധിക്കും. ഡിജിറ്റൽ പരിശോധനയിൽ നടപടിക്രമങ്ങൾ കുറയും. ഓൺലൈനായി പണവും അടയ്ക്കാം. മാതൃരാജ്യത്തും UAE-യിലും അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകളുടെയും അറ്റസ്റ്റേഷന്റെയും ആധികാരികത പരിശോധിച്ച് ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. 2 രാജ്യങ്ങളിലും സാക്ഷ്യപ്പെടുത്താത്ത സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കില്ല. സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം ഉൾപ്പെടെയുള്ള ആനുകൂല്യം ലഭിക്കണമെങ്കിലും സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തുകയും അവയുടെ ആധികാരികത പരിശോധിച്ച് ഉറപ്പാക്കുകയും വേണം. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഒമാനിൽ 5 ദിവസത്തെ പൊതു അവധി ലഭിക്കാൻ സാധ്യത. ചൊവ്വാഴ്ച ദുൽഹജ്ജ് മാസപ്പിറവി കാണുകയാണെങ്കിൽ ജൂൺ 6 വെള്ളിയാഴ്ചയായിരിക്കും ബലിപെരുന്നാൾ. കണക്കുകൾ അനുസരിച്ച് ചൊവ്വാഴ്ച വൈകുന്നേരം തന്നെ മാസപ്പിറവി കാണാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ ഗോളശാസ്ത്ര വിദഗ്ധൻ സാബിഹ് ബിൻ റഹ്മാൻ അൽ സാദി പറഞ്ഞു. സൂര്യാസ്തമനം കഴിഞ്ഞ് 36 മിനിറ്റ് ചന്ദ്രൻ ആകാശത്തുണ്ടാകും. അതിനാൽ മാസപ്പിറവി കാണാനുള്ള സാധ്യത കൂടുതലാണ്. ബുധനാഴ്ച ദുൽഹജ്ജ് 1 അറഫ ദിനം വ്യാഴാഴ്ചയായിരിക്കും. സാധാരണ അറഫ ദിനത്തിന് ഒമാനിൽ പൊതു അവധി ലഭിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ വ്യാഴാഴ്ച മുതൽ പൊതു അവധി ആരംഭിക്കുകയും തിങ്കളാഴ്ച വരെ അവധി തുടരുകയും ചെയ്യാനാണ് സാധ്യത. അതായത് വാരാന്ത്യ അവധികളടക്കം 5 ദിവസം ഒമാൻ അവധിയായിരിക്കും. പിന്നീട് 3 ദിവസം അവധി കൂടിയെടുത്താൽ 10 ദിവസം അവധി ലഭിക്കും. ഇത് ബലിപെരുന്നാൾ അവധി ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകുന്നവർക്ക് വലിയ ആശ്വാസമാണ്. എന്നാൽ 3 ദിവസം കൂടുതൽ അവധിയെടുത്ത് നാട്ടിൽ പോകാൻ അവസരമുണ്ടെങ്കിൽ പ്രവാസികളിൽ ചുരുക്കം പേർ മാത്രമാണ് ഈ വർഷം പെരുന്നാളിന് അവധിക്ക് നാട്ടിൽ പോകുന്നത്. പെരുന്നാൾ അവധിക്കാലത്ത് വിമാന കമ്പനികളുടെ കൊല്ലുന്ന ടിക്കറ്റ് നിരക്കാണ് ഇതിന് കാരണം. പെരുന്നാൾ അവധിയും സ്കൂൾ വേനൽക്കാല അവധിയും ഒരുമിച്ചെത്തിയതാണ് വിമാന കമ്പനികൾക്ക് നേട്ടമായത്. പെരുന്നാൾ അവധിക്കാലത്ത് പല വിമാന കമ്പനികളും 150 റിയാലിന് മുകളിലാണ് വൺവേ നിരക്ക് ഈടാക്കുന്നത്. ഇത്രയും ഉയർന്ന വിമാന നിരക്കുകൾ നൽകി പൊതുവെ പ്രവാസികൾ നാട്ടിലേക്ക് പോകാൻ സാധ്യതയില്ല. പെരുന്നാൾ അവധിക്ക് പലരും ഒമാനിൽ തന്നെ തങ്ങാനാണ് സാധ്യത. എന്നാൽ സ്കൂൾ അവധിക്ക് നാട്ടിൽ പോകുന്നവർ പെരുന്നാൾ അവധി കൂടി മുന്നിൽ കണ്ട് നേരത്തെ നാട്ടിൽ പോകാനും സാധ്യതയുണ്ട്. എന്നാൽ സലാലയിൽ സുഖകരമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിനാൽ പലരും അവധി ആഘോഷത്തിന് സലാലയും തിരഞ്ഞെടുത്തേക്കാം. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് കോടാമ്പുഴ സ്വദേശി അബ്ദുറഹീമിന് 20 വർഷം തടവ് ശിക്ഷ. തിങ്കളാഴ്ച സിറ്റിംഗിൽ റിയാദ് ക്രിമിനൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പബ്ലിക് റൈറ്റ്സ് പ്രകാരമാണ് തടവ് ശിക്ഷ. പ്രൈവറ്റ് റൈറ്റ്സ് പ്രകാരം നേരത്തെ വിധിച്ച വധശിക്ഷ വാദിഭാഗം ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകിയതോടെ കോടതി 9 മാസം മുമ്പ് ഒഴിവാക്കിയിരുന്നു. നിലവിൽ റഹീം 19 വർഷത്തോളമായി ജയിലിലാണ്. ഈ കാലയളവ് തടവ് ശിക്ഷയിൽ കുറവ് ചെയ്യുമെന്നതിനാൽ ബാക്കിയുള്ള 1 വർഷം കൂടി അനുഭവിച്ചാൽ മതിയാകും.
അടുത്ത വർഷം പകുതിയോടെ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റിയാദ് ക്രിമിനൽ കോടതിയിൽ തിങ്കളാഴ്ച രാവിലെ 9:30 ആരംഭിച്ച സിറ്റിംഗിലാണ് തീർപ്പുണ്ടായത്. ഓൺലൈൻ സിറ്റിംഗിൽ ജയിലിൽ നിന്നും റഹീമും പ്രതിഭാഗം അഭിഭാഷകരും ഇന്ത്യൻ എംബസി പ്രതിനിധിയും റഹീം കുടുംബത്തിന്റെ ഔദ്യോഗിക പ്രതിനിധി സിദ്ദീഖ് തൂവൂരും പങ്കെടുത്തു. ഈ മാസം 5-നായിരുന്നു കഴിഞ്ഞ സിറ്റിംഗ്. ഒറിജിനൽ കേസ് ഡയറി പരിശോധിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് പറഞ്ഞാണ് കോടതി അന്ന് കേസ് മാറ്റിവെച്ചത്. കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിനുള്ള സ്വകാര്യ അവകാശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 2012 വധശിക്ഷ വിധിക്കുന്നത്. ഒമാനിൽ ദുൽഹിജ മാസപ്പിറവി നിരീക്ഷിക്കുന്നതിന് മാസപ്പിറവി നിർണയത്തിനുള്ള സുപ്രധാന സമിതി ഇന്ന് യോഗം ചേരും. മാസപ്പിറവി കാണുന്നവർ വിവിധ ഗവർണറേറ്റുകളിലെ ഗവർണർമാരുടെ ഓഫീസുകളിൽ അറിയിക്കണമെന്ന് ഔഖഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നാണ് ഒമാനിൽ ദുൽഖഅദ് 29. ഇന്ന് മാസം കാണുകയാണെങ്കിൽ ജൂൺ 6-നായിരിക്കും ബലിപെരുന്നാൾ. അല്ലെങ്കിൽ ദുൽഖഅദ് 30 പൂർത്തിയാക്കി ജൂൺ 7-ന് ബലിപെരുന്നാൾ ആഘോഷിക്കും. അതേസമയം ബലിപെരുന്നാൾ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങളിലേക്ക് രാജ്യം കടക്കുകയാണ്. വിപണിയിലും മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ദാഖിലിയ ഗവർണറേറ്റിലെ നിസ്വ വിലായത്തിൽ ഇന്ധന ടാങ്കർ അപകടത്തിൽപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാവിലെ ആയിരുന്നു സംഭവം. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്ധന ചോർച്ച നിയന്ത്രിക്കുകയും പ്രദേശം ശുദ്ധീകരിക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തകരുടെ പെട്ടെന്നുള്ള ഇടപെടൽ വലിയ അപകടമാണ് ഒഴിവാക്കിയത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഇവർക്ക് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി. അപകടത്തിൽ പരിക്കേറ്റവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. ദുബൈ കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് ഒമാനിൽ ഊഷ്മള വരവേൽപ്പ്. ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖുമായി അൽബർക്ക കൊട്ടാരത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ദീർഘകാല ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതും ലക്ഷ്യമിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. 2 സഹോദര രാജ്യങ്ങൾ തമ്മിലുള്ള ആഴത്തിൽ വേരൂന്നിയ ബന്ധങ്ങൾ അവലോകനം ചെയ്യുകയും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി വിവിധ മേഖലകളിലെ സഹകരണവും പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും വിശകലനം ചെയ്തു. പണം മാറ്റി നൽകാമെന്ന് പറഞ്ഞ് വഞ്ചന നടത്തിയ സംഭവത്തിൽ 4 ഈജിപ്ഷ്യൻ പൗരന്മാരെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് അറസ്റ്റ് ചെയ്തു. വിദേശ കറൻസി ഒമാന് റിയാലിലേക്ക് മാറ്റി നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് വിളിച്ചു വരുത്തുകയും പണവുമായി കടന്നു കളഞ്ഞ് വഞ്ചിക്കുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് മുന്നോടിയായുള്ള ഒമാന്റെ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ നാളെ ലെബനനെ നേരിടും. ബുധനാഴ്ച സുൽത്താൻ ഖാബൂസ് സ്പോർട്സ് കോംപ്ലക്സിലാണ് മത്സരം. യോഗ്യതാ മത്സരങ്ങൾക്കൊരുങ്ങുന്നതിനായി ദേശീയ ക്യാമ്പ് മസ്കറ്റിൽ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് സൗഹൃദ മത്സരങ്ങൾ നടക്കുന്നത്.